കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ രാത്രിയുടെ യാമത്തില് ദൈവത്തിന്റെ വചന പഠനത്തോടുള്ള ബന്ധത്തില് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. SBS പത്തനംതിട്ട സെന്റർ അതിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കുന്നതായിട്ടുള്ള ഈ ആത്മീക പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ യോഗം ലീഡ് ചെയ്ത ജോൺസൺ ബ്രദർ, അതുപോലെ അനുഗ്രഹീതമായിരിക്കുന്ന ഗാനം ആലപിച്ചതായിട്ടുള്ള പ്രിയ ജെയിംസ് ബ്രദർ ഒരു കാര്യം പറഞ്ഞത് പഴയ പാട്ടാണെന്ന്. എന്നാൽ വളരെ ഹൃദ്യമായിട്ടുള്ള അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ എനിക്ക് ഫീൽ ചെയ്തത് ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു ഗാനമാണ്. എത്ര പഴകുന്നു അത്രമാത്രം അത് ആസ്വാദ്യമായി തീരുകയാണ്. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. ദൈവവചന അടിസ്ഥാനത്തിൽ മനുഷ്യനെ കുറിച്ചുള്ള പഠനം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി മനുഷ്യൻ്റെതായിട്ടുള്ള ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാനിടയായി. അതിനുശേഷം മനുഷ്യന്റെ ഏകത, ദ യൂണിറ്റി ഓഫ് മാൻ, അതിനെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുവാനും ചിന്തിക്കുവാനും ഇടയായി തീർന്നു. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. നമ്മൾ ചിന്തിച്ചു വന്നതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ഒരു മനുഷ്യനിൽ നിന്ന്, ആദാമുൽ ഹവ്വയിൽ നിന്ന് ഈ ഭൂതലത്തിലുള്ളതായിട്ടുള്ള സകല മനുഷ്യരാശിയും പരക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നതായിട്ടുള്ള അനുഗ്രഹീതമായിരിക്കുന്ന സത്യം. ഇത് മനുഷ്യന്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, മനുഷ്യന്റെ സൃഷ്ടിക്ക് ശേഷം ഭൂമിയിലെ ജനകോടികള് അല്ലെങ്കിൽ മനുഷ്യ വംശമൊക്കെ പരക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ പാപാവസ്ഥയെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോഴും ഈ പാപാവസ്ഥ എന്നുള്ളത് സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പരക്കുവാൻ ഇടയായി തീർന്നു എന്ന് റോമാലേഖനം അതിന്റെ 5-12 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല, മനുഷ്യന്റെ രക്ഷയോടുള്ള ബന്ധത്തിലും ഇത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഉപദേശ സത്യമാണ്. അപ്പോൾ മനുഷ്യന്റെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തില് ആദാമ ഹവ്വയിൽ നിന്ന് സകല മാനവരാശി ഉടല എടുത്തു എന്ന് മാത്രമല്ല, മനുഷ്യന്റെ പാപാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പരക്കുവാനായിട്ടിടയായി തീർന്നു. മാത്രമല്ല, റോമാലേഖനം അതിന്റെ 5-19 വാക്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീരുന്നത് പോലെ തന്നെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിട്ട് തീരുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് റോമർ 5-19 വാക്യത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതായ ആശയം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തില് മനുഷ്യന്റെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തില് ഒരു ആദാമിലും ഹവ്വയിൽ നിന്ന് ജനകോടികള് ഈ മനുഷ്യവംശമൊക്കെ ഉടലെടുക്കാൻ ഇടയായി തീർന്നു എന്നുള്ളതും, മനുഷ്യന്റെ പാപത്തിൻ്റെതായിട്ടുള്ള അവസ്ഥയെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏക മനുഷ്യനായ ആദാമിൽ നിന്ന് ആദാം പാപം ചെയ്ത് മുഖാന്തരമായിട്ട് സകല മനുഷ്യരും പാപികളായി തീർന്നു. അതുകൊണ്ട് സകല മനുഷ്യരും സകല ജനകോടികളും പാപികളാണ് എന്നുള്ളത് സ്ഥാപിക്കപ്പെടുകയാണ്. അത് മാത്രമല്ല, ഒരു വ്യക്തിയുടേതായിട്ടുള്ള അനുസരണക്കേട്, ഏകന്റെ ലംഘന നിമിത്തം സകല മനുഷ്യരും പാപികളായി തീരുന്നത് പോലെ തന്നെ ഏകന്റെ അനുസരണത്താൽ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള രക്ഷ മുഖാന്തരമായിട്ട് അനേകർക്ക് രക്ഷ സാധ്യമായിട്ട് തീരുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിലൂടെ പാപലോകത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മറ്റൊരു മനുഷ്യനിലൂടെ, അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ സകല മനുഷ്യർക്കും രക്ഷ കാരണമായിരിക്കുന്ന സുവിശേഷം ഒറിജിനേറ്റ് ചെയ്യുവാനായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന വസ്തുതയാണ്. അത് ദൈവവചനത്തിന്റെ വളരെ അലംഘനീയമായിരിക്കുന്ന മാറ്റമില്ലാത്തതായിട്ടുള്ള ഉപദേശ സത്യമായിട്ട് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ ചില ചരിത്രത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ചില സാക്ഷ്യങ്ങൾ കൂടെ നമുക്ക് കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ, വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഒരു മനുഷ്യനിൽ നിന്നാണ്, അല്ലെങ്കിൽ ആദാമും ഹവ്വയിൽ നിന്നാണ് സകല ഭൂമണ്ഡലത്തിലുള്ളതായിട്ടുള്ള സകല ജനകോടികളും ഉണ്ടായത് എന്നുള്ളത് ചരിത്രത്തിന്റെയും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കുവാനായിട്ട് കഴിയും. ഒന്ന്,
ലോക ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഭൂമിയിലെ 2 ധ്രുവങ്ങളിലുള്ള മനുഷ്യജാതികളിലൊക്കെയും ഒരേ ഉറവിടത്തിൽ നിന്ന് ഉത്ഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തുന്നതായിട്ടുള്ള വസ്തുതയാണ്. അതായത് 2 ധ്രുവങ്ങൾ അല്ലെങ്കിൽ ഭൂമിയുടെ ഏത് 2 വശങ്ങളിൽ നിന്നും ഉള്ളതായിട്ടുള്ള ജനകോടികൾ അവരെല്ലാം ഒരു മനുഷ്യനിൽ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളത് സ്ഥാപിക്കപ്പെടുന്നതായിട്ടുള്ള വസ്തുതയാണ്. മറ്റൊരു കാര്യം നമ്മൾ ഇതിനെ ഉപോത്ബലകമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള ഭാഷകളെ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഷകളെല്ലാം തന്നെ ഒരു ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അനേക ഭാഷകൾ, വളരെ ഭാഷകളുള്ളതായിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ ഭാഷകളൊക്കെയും ഒരു ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. അതിന് നമ്മൾ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ മദർ അല്ലെങ്കിൽ അമ്മ എന്നുള്ള വാക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏത് ഭാഷയിൽ ചെന്നാലും മാ അല്ലെങ്കിൽ MA എന്നുള്ള ആ വാക്ക് എല്ലാ ഭാഷകളിലും ഒരുപോലെ കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള വാക്ക് എല്ലാ ഭാഷകളിലും ഒരുപോലെ കാണുന്നതായിട്ടുള്ള അതിന്റെ സിമിലർ ആയിട്ടുള്ള ഉപയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉദാഹരണമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ മദർ എന്ന് പറയും, ഹിന്ദിയിൽ നമ്മൾ മാ എന്ന് പറയുന്നു. നമ്മൾ മലയാളത്തിലോ അല്ലെങ്കിൽ മലയാളത്തെക്കാൾ ഉപരിയായിട്ട് തമിഴില് അമ്മ എന്ന് നമ്മൾ പറയുന്നു. എബ്രായ ഭാഷയിൽ അതിനെ ഇമ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആഫ്രിക്കൻ നാടുകളിൽ ചെന്നാൽ അവിടെയുള്ള ഭാഷയിൽ മാ എന്നാണ് ഉപയോഗിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലുള്ളതായ ഭാഷകളെല്ലാം ഒരു ഭാഷയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു എന്ന് ഉളവായി എന്നുള്ളത് സ്ഥാപിക്കുവാനായിട്ട് മറ്റു പല കാര്യങ്ങളും പല പദപ്രയോഗങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്ഥാപിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുത എന്ന് പറയുന്നത് ലോകത്തിലുള്ള സകല ഭാഷകളും ഒരു ഭാഷയിൽ നിന്ന് ഉത്ഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മാത്രമല്ല മാനസിക ധാർമ്മിക സമാനതകളും മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മനുഷ്യന്റെ ധാർമ്മികമായിട്ടുള്ള ചിന്താഗതികള്, അവന്റെ മാനസികമായിട്ടുള്ള ചിന്താഗതികള്, അത് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. ആഫ്രിക്കക്കാരനായാലും അമേരിക്കക്കാരനായാലും ഇന്ത്യക്കാരനാണെങ്കിലും മാനസിക ധാർമ്മിക സമാനതകൾ എല്ലാ മനുഷ്യരിലും ഒരുപോലെയാണ്. മാത്രമല്ല മനുഷ്യന്റെ ശരീരശാസ്ത്രം നമ്മൾ എടുത്തു പഠിക്കുകയാണെങ്കിൽ രക്തദാനം, മിശ്ര വിവാഹം, അവയവ കൈമാറ്റം എന്നിവയൊക്കെ സാധ്യമാകുന്നത് എല്ലാ മനുഷ്യരും ഒരേ ഒറിജിനിൽ നിന്ന് ഒരു മനുഷ്യനിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് തെളിയിക്കുന്ന വസ്തുതകളാണ്. നമുക്കറിയാം ലോകത്തിലുള്ളതായിട്ടുള്ള മനുഷ്യ വംശങ്ങള് ആഫ്രിക്കയിലുള്ള ഒരു മനുഷ്യന് ഒരു അമേരിക്കക്കാരത്തെ വിവാഹം കഴിക്കണമെങ്കിൽ ആ മിശ്ര വിവാഹം സാധ്യമാകണമെങ്കിൽ മനുഷ്യരെല്ലാവരും ഒന്ന് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ഒറിജിനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ഒരു ഉത്ഭവം ആണ് അവർക്കുള്ളത് എന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അവയവദാനത്തോടുള്ള ബന്ധത്തില് ഒരു മനുഷ്യൻ്റെതായിട്ടുള്ള അവയവം മറ്റൊരു രാജ്യക്കാരന് കൊടുക്കുവാനായിട്ട് കഴിയുമെന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. അതൊക്കെ സാധ്യമായി തീരുന്നത് മനുഷ്യന് ഒരേ ഉറവിടത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് എന്നുള്ളത് തെളിയിക്കുന്നതായ വസ്തുതയാണ്. ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ഓർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ മനുഷ്യന്റെ ഏകത എന്നുള്ളത് ദൈവവചനത്തിന്റെ ഉപദേശത്തിനനുസരിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അതേസമയം തന്നെ ചരിത്രത്തിന്റെയും ശാസ്ത്രത്തിന്റെയും സാക്ഷ്യങ്ങള് അത് ശരിയാണെന്ന് തെളിയിക്കുന്നതായ വസ്തുതയാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത അധ്യായത്തിലേക്കാണ് കടന്നു വരുന്നത്. അടുത്ത അധ്യായത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യന്റെ ഭൗതിക ഭാഗം എന്നുള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന് 2 പ്രധാനമായിട്ടുള്ള ഘടനയാണുള്ളത്. ഒന്ന്, അവന് മെറ്റീരിയൽ പാർട്ട് ഓഫ് മാൻ, മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള ഭാഗം. അതേ സമയം തന്നെ അഭൗതികമായിട്ടുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ ഇമ്മെറ്റീരിയൽ പാർട്ട് എന്ന് നമുക്ക് തിരിക്കുവാനായിട്ട് കഴിയും. മനുഷ്യന്റെ ഭൗതികമായ ഭാഗമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മെറ്റീരിയൽ പാർട്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തെ കുറിച്ചാണ്. ശരീരം എന്ന് പറയുന്നത് നമുക്കറിയാം മനുഷ്യന് ആന്തരികമായിട്ടുള്ള നിലയില് ഇമ്മെറ്റീരിയൽ പാർട്ട്, അഭൗതികമായിട്ടുള്ള ഭാഗം മനുഷ്യനുണ്ട്.
മനുഷ്യന് ആത്മാവ്, അതുപോലെ ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണല്ലോ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തില്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ പാർട്ട് എന്നുള്ളതാണ്. അതില് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശരീരം എന്നുള്ളത്. മനുഷ്യന് മനുഷ്യന്റെ ശരീരത്തെ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യനിലുള്ളതായ ഘടകങ്ങളെല്ലാം മണ്ണിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് വലിയവനായിരിക്കുന്ന ദൈവം മനുഷ്യനെ നിലത്തെ പൊടിയിൽ നിന്ന് ഉണ്ടാക്കിയ ശേഷം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതുവാൻ ഇടയായി തീർന്നു. അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത്, നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമെന്ന് വലിയവനായിരിക്കുന്ന ദൈവം അവനോട് പറയുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് പൊടിയിൽ നിന്ന് എടുത്തതാണ്, അത് പൊടിയിലേക്ക് തിരിച്ചു ചേരുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യന്റെ ശരീരത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, നമ്മൾ സഭാപ്രസംഗി അതിന്റെ 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്ക് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ 90-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളിച്ചേരും. ഇത് മനുഷ്യന്റെ ശരീരത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിലുള്ളതായിട്ടുള്ള ഘടകങ്ങളൊക്കെ തന്നെയാണ് മണ്ണിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അതിന്റെ വിശേഷത എന്ന് പറയുന്നത്, നിലത്ത് പൊടിയിൽ നിന്ന് വലിയവനായിരിക്കും ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയ ശേഷം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവന് ജീവനുള്ള ദേഹിയായിട്ട് തീരുവാനായിട്ട് ഇടയായി തീർന്നു. ഈ മനുഷ്യന്റെ ശരീരത്തെ കുറിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് വായിച്ച് കേൾക്കുവാനായിട്ട് പ്രിയ സഹോദരന്മാരില് ചിലരൊന്ന് വായിച്ച് കേൾപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഫിലിപ്പി ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ ഫിലിപ്പ് ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരം എന്നാണ് അവിടെ പറയുന്നത്. താഴ്ചയുള്ള ശരീരമാണ് നമുക്കുള്ളത്. അപ്പോൾ മനുഷ്യന്റെ ഭൗതിക ഭാഗത്തെ സംബന്ധിച്ച്, മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, അത് താഴ്ചയുള്ളതായ ഒരു ശരീരമാണ്. ആ താഴ്ചയുള്ള ശരീരമാണ് മഹത്വമുള്ള ശരീരമായിട്ട് മാറ്റപ്പെടുവാനായിട്ട് പോകുന്നത്. 2 കൊരിന്ത്യർ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഈ നിക്ഷേപം നമുക്ക് മൺപാത്രങ്ങളിൽ മൺപാത്രങ്ങൾ കൊണ്ട്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ മനുഷ്യൻ്റെതായ ശരീരം എന്ന് പറയുന്നത് ഒരു മൺപാത്രമായിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവനാണ് എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമുക്കറിയാം, ഈ ജഡം എന്നുള്ള വാക്ക് ബൈബിളില് നമ്മൾ വായിക്കുമ്പോൾ ഈ ജഡം എന്നുള്ള വാക്ക് പല വിധത്തിലുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒരേ അർത്ഥം തന്നെ നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയുകയില്ല. അവിടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തില് വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, സകലത്തിന്റെയും കാരണബോധനായിരിക്കുന്ന ദൈവമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു
അവന് ജഡധാരിയായിട്ട് വന്നു, അല്ലെങ്കിൽ ശരീരത്തിൽ വന്നു എന്നാണ് അത് അർത്ഥമാക്കുന്നത് എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. അത് ജഡം തന്നെ, ജഡമെന്നുള്ള വാക്ക് തന്നെ പല അർത്ഥത്തില് ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്നാൽ അവിടെ ശരീരം എന്നുള്ള അർത്ഥത്തിലാണ്. അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ഭൗതിക ഭാഗം, അല്ലെങ്കിൽ മെറ്റീരിയൽ പാർട്ട്, അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരം എന്നുള്ളതാണ്. ഇത് നമ്മൾ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ ശരീരത്തെക്കുറിച്ച്, മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് 3 വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇന്ന് ലോകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പല വിധത്തിലുള്ള ചിന്താഗതികളാണ് ലോകത്തിലുള്ള മനുഷ്യരുടെ ഇടയിലുള്ളത് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചിലര് പറയുന്നത്, ലോകത്തിലുള്ള ചില ഉപദേശം പ്രചരിപ്പിക്കുന്ന ആളുകൾ പറയുന്നത്, മനുഷ്യ ശരീരം ആത്മാവിന്റെ ഒരു തടവറയാണ് എന്നാണ്. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഒരു തടവറയാണ്. എന്ന് പറഞ്ഞാൽ ദ ബോഡി ഈസ് ദ പ്രിസൺ ഹൗസ് ഓഫ് ദ സോൾ എന്നാണ് അവര് പറയാറുള്ളത്. ഇത് പറയുന്നതായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഗ്രീക്ക് തത്വജ്ഞാനികളായിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് നോസ്റ്റിക് ആളുകളൊക്കെയും വിശ്വസിക്കുന്നത് ഒരിക്കലും ആത്മാവിന് ജഡത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയില്ല. ആത്മാവെന്ന് പറയുന്നത് അത് വിശുദ്ധമാണ്, ജഡമെന്ന് പറയുന്നത് മലിനപ്പെട്ടതാണ്, അല്ലെങ്കിൽ മലിനമാണ്. അതുകൊണ്ട് ഈ ആത്മാവിനെ ജഡത്തോട് സംയോജിക്കുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അവര് പറയുന്നത്, മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ദർ ഈസ് ഓൾവേസ് ഈവിൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ദോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ആത്മാവിന്റെ തടവറയായിട്ടാണ് അവര് അതിനെ ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തെ ഈ നോസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ വിശ്വസിക്കുന്നില്ല. കാരണം ആത്മാവ് ഒരിക്കലും ജഡത്തില് ദൈവം ഒരിക്കലും അങ്ങനെയുള്ള ജഡത്തിലേക്ക് കടന്നു വരികയില്ല എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു നോസ്റ്റിക് ആൾക്കാര്. അപ്പോൾ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ആത്മാവിന്റെ തടവറയാണെന്ന് ഈ ഗ്രീക്ക് തത്വജ്ഞാനികൾ വിശ്വസിച്ചിരുന്നു. അത് പക്ഷേ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തില് ശരിയായിട്ടുള്ള ഒരു ഉപദേശമല്ല എന്ന് കാണാനായിട്ട് കഴിയും. മറ്റൊരു ചിന്താഗതി എന്ന് പറയുന്നത്, രണ്ടാമത്തെ ചിന്താഗതി എന്ന് പറയുന്നത്, മനുഷ്യ ശരീരം മാത്രമാണ് പ്രധാനപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. മനുഷ്യ ശരീരം മാത്രമാണ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ള എപ്പിക്യൂരിയൻ ഫിലോസഫിയാണ്. എന്ന് പറഞ്ഞാൽ അവര് വിശ്വസിക്കുന്നത് ഈ മനുഷ്യ ശരീരത്തിന് തൃപ്തിപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തങ്ങ് ജീവിച്ചാൽ മതി, മറ്റേ ആത്മാവിനെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട എന്ന് വിചാരിക്കുന്നതായിട്ടുള്ള ഭൗതിക ചിന്താവാദികളാണ് ഇങ്ങനെയുള്ള ആൾക്കാര്. അല്ലെങ്കിൽ അവരുടെ 1-ാം നൂറ്റാണ്ടിലെ ആളുകളാണ് എപ്പിക്യൂരിയൻസ് എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ. അവര് വിശ്വസിക്കുന്നത് മനുഷ്യ ശരീരത്തിന് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആൾക്കാരാണ്. അത് ഒരു നിലയിൽ പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തെ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് മനുഷ്യന്റെ ചിന്താഗതിയും ഇത് തന്നെയാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ചോ മനുഷ്യന്റെ ഭാവിയെ കുറിച്ചോ മനുഷ്യന്റെ ധാർമ്മിക ബോധത്തെ കുറിച്ചോ ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചോ ഒരിക്കലും മനുഷ്യൻ ഇപ്പോൾ ചിന്തിക്കുവാനായിട്ട് സമയമില്ല. അവന്റെ ഭൗതികമായിട്ടുള്ള തൃപ്തിക്ക് വേണ്ടി, അവന്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യുവാനായിട്ട് മടിക്കാത്ത, അവന്റെ സുഖത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ലക്ഷൂറിയസ് ലൈഫ്, വളരെ ആർഭാടമായിട്ടുള്ള സുഖിച്ച് ജീവിക്കുവാനായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയുമായിട്ടാണ് ഇന്ന് അത്യന്ത ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ജീവിക്കുന്നത്. അവര് അങ്ങനെയുള്ളതായ ആൾക്കാരാണ് ഈ മനുഷ്യ ശരീരം മാത്രമാണ് പ്രധാനപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ചിന്തിക്കുന്നതായിട്ടുള്ള ആൾക്കാരെ കാണുവാൻ കഴിയും. അപ്പോൾ നമ്മൾ ചിന്തിച്ചു വരുന്നത് മനുഷ്യന്റെ ശരീരത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആശയം ലോകത്തിലുള്ള ആളുകളുടെ ചിന്താഗതിയാണ്. ലോകത്തിലുള്ള മനുഷ്യര്, ഒരു കൂട്ടർ ആൾക്കാര് ചിന്തിക്കുന്നത് ഈ ആത്മാവിന്റെ തടവറയാണ് ശരീരം, അതുകൊണ്ട് ആത്മാവും ശരീരവും ഒരുപക്ഷെ അതുകൊണ്ട് അവര് ശരീരത്തെ പീഡിപ്പിക്കുന്നവരായിട്ട് തീരുന്നവരാണ്. എന്നാൽ രണ്ടാമത്തെ വ്യൂ എന്ന് പറയുന്നത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതിന് തികച്ചും വിപരീതമായിട്ടുള്ള ചിന്താഗതിക്കാരാണ്. അവർ വിശ്വസിക്കുന്നത് മനുഷ്യ ശരീരം മാത്രമാണ് പ്രധാനപ്പെട്ടത്, അതിനുവേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് എന്നുള്ളതായ ചിന്താഗതിയാണ്. എന്നാൽ എന്താണ് ദൈവത്തിന്റെ വചനത്തിൻ്റെതായ കാഴ്ചപ്പാട് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ
നമ്മൾ ആ മൂന്നാമത്തെ വ്യൂ എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഉപദേശം അല്ലെങ്കിൽ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ ഉപദേശമാണ്. എന്ന് പറഞ്ഞാൽ ശരീരവും ശരീരവും ആത്മാവും ഒരുപോലെ പങ്കാളികളാണ് എന്ന് ഉള്ളതായ ചിന്താഗതിയാണ്. ദൈവവചന പ്രകാരം മനുഷ്യന്റെ ശരീരത്തിന് വിലയേറിയതായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവവചനത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതേസമയം തന്നെ മനുഷ്യന്റെ ദേഹം ദേഹി ആത്മാവെന്നാണ് നമ്മൾ പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിനും മനുഷ്യന്റെ ആത്മാവിനും വലിയ വിലയുണ്ട്. അത് ഒരുപോലെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നതായ വസ്തുതയാണ്. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർ അതിന്റെ 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ അതിന്റെ 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. അപ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ചതായിട്ടുള്ള ആ ചിന്താഗതികൾ വെച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ശരീരം എന്ന് പറയുന്നത് ആത്മാവിന്റെ തടവറയാന്ന് ഒരു കൂട്ടുകൾ ചിന്തിക്കുമ്പോൾ, മറ്റൊരു കൂട്ടർ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി മാത്രം, ശരീരം മാത്രമാണ് പ്രധാനപ്പെട്ടതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ദൈവവചനത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഈ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പോൾ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ദൈവവചന പ്രകാരം നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്നതായ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരമെന്ന്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മുടെ ശരീരത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഏത് നിലയിലാണ്, ലോകത്തിലുള്ള മനുഷ്യരുടേതായിട്ടുള്ള കാഴ്ചപ്പാട് ഏത് നിലയിലാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിപ്പിൻ. അവിടെ പറയുന്നത് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായിട്ട് അർപ്പിക്കണമെന്നുള്ളതാണ്. ബുദ്ധിയുള്ള ആരാധനയായി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ശരീരം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. തന്റെ ശരീരവും രക്തവും ക്രൂശിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ച് ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മുടെ ശരീരങ്ങളെ അർപ്പിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ വായിക്കുന്നത് അത് തന്നെയാണ്: നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിനെന്നാണ്. നമ്മൾ ഫിലിപ്പ് ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ക്രിസ്തു എന്റെ ശരീരത്തെങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പ് ലേഖനം അതിന്റെ 1-ാം അധ്യായത്തില് പറയുന്നതായിട്ടുള്ള കാര്യമാണ്. അത് വീണ്ടും വീണ്ടും പറയുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. താൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എന്റെ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ആവശ്യമാണെന്ന് ഫിലിപ്പിയ വിശ്വാസികളോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയ വിശ്വാസികളുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ജഡത്തിൽ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ അത്യുത്തമമായിട്ടുള്ളത് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പോകാനായിട്ട് അവൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ നമ്മൾ വായിക്കുന്നത് പൗലോസിന്റെ ഒരു കാഴ്ചപ്പാട് അവിടെ പറയുകയാണ്: ക്രിസ്തു എന്റെ ശരീരത്തെങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. അപ്പോൾ പൗലോസ് പറയാണ്, ക്രിസ്തു എന്റെ ശരീരത്തിൽ മഹിമപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ശരീരത്തിൽ താൻ ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക, അല്ലെങ്കിൽ തന്നെ രക്ഷിച്ചതായിട്ടുള്ള ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനായിട്ടാണ് പൗലോസ് ആഗ്രഹിച്ചത് എന്നുള്ളത്. ഇത് ഓരോ വിശ്വാസിയുടെയും ഒരു സാക്ഷ്യമാണ്, അല്ലെങ്കിൽ ഒരു അഭിലാഷമാണ്, ഒരു ആഗ്രഹമാണ് എന്നുള്ളത് കാണുവാനായിട്ട് കഴിയുന്ന വസ്തുതയാണ്. നമ്മൾ
2 കൊരിന്ത്യർ അതിന്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. അപ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താണ്? നമ്മളെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ, നമ്മളെ ന്യായവിസ്താരം നടത്തുമ്പോൾ, നമ്മുടെ പ്രവൃത്തികളെ ശോധന ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പ്രതിഫലം നൽകുന്നതായിട്ടുള്ള സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അന്ന് നമ്മള് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ശരീരത്തിൽ ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ നല്ലതാകലും തീയതാകലും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം ദൈവം കർത്താവ് നൽകുവാനായിട്ട് പോകുന്നത്. മാത്രമല്ല, ആ വാക്ക് നമ്മളെ ഓർപ്പിക്കുന്നത്, നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള ആശയം എന്ന് പറയുന്നത്, ദൈവവചനപ്രകാരം മനുഷ്യ ശരീരത്തിന് പ്രാധാന്യമുണ്ട്. മനുഷ്യ ശരീരം ഒരു തടവറയായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. മനുഷ്യ ശരീരത്തിൻ്റെതായിട്ടുള്ള സുഖലോലുപതയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുന്നവരല്ല, മറിച്ച് മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ തന്നെ നമ്മളെ വില കൊടുത്ത് വീണ്ടെടുത്തതായിട്ടുള്ള കർത്താവിന്റെ ക്രൂശിലെ ബഹുമൂല്യമായിരിക്കുന്ന രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്തതായിട്ടുള്ള കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നമ്മുടെ ശരീരങ്ങളെയും വിനിയോഗിക്കുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു വരുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, മനുഷ്യന്റെ ഭൗതിക ഭാഗം അല്ലെങ്കിൽ മെറ്റീരിയൽ പാർട്ട് ഓഫ് മാൻ, മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചുള്ളതായ ചിന്താഗതികളാണ് നമ്മൾ കണ്ടത്. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉദ്ദേശം എന്താണ്? ശരീരവും ആത്മാവും പങ്കാളികളാണ്, ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ശരീരത്തെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്കവിടെ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, മനുഷ്യന്റെ അഭൗതികമായിട്ടുള്ള ഭാഗം, മനുഷ്യന്റെ അഭൗതികമായ ഭാഗം അല്ലെങ്കിൽ ഇമ്മെറ്റീരിയൽ പാർട്ട് ഓഫ് മാൻ എന്ന് പറഞ്ഞാൽ, അത് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യന്റെ ദേഹി ആത്മാവ് എന്നാണല്ലോ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. ഒരു മൃഗത്തെ സംബന്ധിച്ച് അതിന് ദേഹമുണ്ട്, ജീവനുണ്ട്. എന്നാൽ ജീവൻ ഒരു മൃഗത്തെ സംബന്ധിച്ച് അത് ചാകുമ്പോൾ ആ ജീവൻ ഇല്ലാതെയാകുകയാണ് ചെയ്യുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന് ശരീരമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. മരിക്കുമ്പോൾ ദേഹി നിർജീവമാവുകയും ആത്മാവ് ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവവചനപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന്റെ അഭൗതിക ഭാഗത്തെ സംബന്ധിച്ച് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്, ദൈവവചനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. വലിയവനായിരിക്കും ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വലിയവനായിരിക്കും ദൈവം പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 1:26 പറയുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ സ്വരൂപവും സാദൃശ്യവും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, എബ്രായ ഭാഷയിൽ സ്വരൂപത്തിന് സലാം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ സാദൃശ്യത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡിമൗത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാം, സെലം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വരൂപം എന്നാണ്. ഡിമൗത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാദൃശ്യം എന്നാണ്. ചില വേദപണ്ഡിതന്മാർ ഇതിനെ രണ്ടും ഒന്ന് തന്നെയാണെന്ന് വാദിക്കുന്നവരാണ് പൊതുവെ ഉള്ളവര്. എന്നാൽ അല്പം ഒരു ഉദാഹരണമായിട്ട് മാത്രം പറയുകയാണ്, അല്ലാതെ ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത് സെയിം തിങ് ആണ്, ഒരു കാര്യം തന്നെയാണ്. എങ്കിലും ചില വേദ പഠിതാക്കൾ അതിനെക്കുറിച്ച് അതൊരു വ്യത്യാസപ്പെടുത്തി പറയുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, സ്വരൂപം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ രാജാവ് തൻ്റെ ഒരു പ്രതിമ നിർമ്മിക്കുവാനായിട്ട് ഒരു രാജാവ് വിചാരിക്കുകയാണ് തൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും തൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിക്കും.
പണ്ട് കാലത്ത് നമുക്കറിയാം, രാജാക്കന്മാർ ഭരിക്കുന്നതായിട്ടുള്ള കാലഘട്ടത്തില് രാജാവിന് എല്ലാ ദേശത്തും പോകാനുണ്ട്, പോകേണ്ടിയിരിക്കുന്നു, കടന്നു പോകേണ്ടതാണ്. എന്നാൽ ഓരോ ഗ്രാമത്തിലും രാജാവിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കും. അതുപോലെ തന്നെ സ്വർഗത്തിലെ വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ ചില ഗുണവിശേഷങ്ങളുള്ളതായ മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ടിടയായി. ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെതായ സ്വരൂപത്തില് മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് ഇടയായി തീർന്നു. അത് ഞാൻ പിന്നെ വിശദീകരിക്കുന്നതാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തെ പോലെയുള്ള പ്രതിമ ഉണ്ടാക്കിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇതൊരു ഉദാഹരണം മാത്രമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഓരോ ഗ്രാമത്തിലും ഒരു രാജാവിന്റെ പ്രതിമ വെക്കുന്നത് പോലെ സ്വർഗത്തിലെ വലിയവനായിരിക്കും ദൈവത്തിന്റെ ചില ഗുണവിശേഷങ്ങളോടുകൂടെ മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് ഇടയായിട്ടു. ഇനി സാദൃശ്യം എന്നുള്ള വാക്ക് പറയുകയാണെങ്കിൽ, സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, ഒരു കുഞ്ഞ് നടന്നു പോകുമ്പോൾ, ഒരു ബാലൻ നടന്നു പോകുമ്പോൾ അവന്റെ അപ്പനെ പോലെ തന്നെയാണ് നടക്കുന്നതെന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവന്റെ പിതാവിനെ പോലെയാണ് നടക്കുന്നത് എന്ന് പറയാറുണ്ട്. അതൊരു സാദൃശ്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമാണ് ദൈവത്തെ പോലെ ജീവിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ചില ഗുണവിശേഷങ്ങളോടുകൂടെ ജീവിക്കുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ മനുഷ്യൻ ലോകത്തിന്റെ എല്ലാ അധികാരി എന്നുള്ള നിലയിൽ അല്ല, മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. ദൈവത്തിന്റെ ഒരു സ്ഥാനാപതിയായിട്ടാണ് മനുഷ്യനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ചില ഗുണവിശേഷങ്ങൾ മനുഷ്യനിൽ ഉള്ളതുകൊണ്ട് ദൈവത്തിന്റെ സാദൃശ്യം മനുഷ്യരുണ്ട് എന്ന് നമുക്ക് അതൊരു ഉദാഹരണമായിട്ട് ചിന്തിക്കാനായിട്ട് കഴിയും. അതാണ് സ്വരൂപവും സാദൃശ്യം എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ മറ്റൊരു കാര്യം, നമ്മൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെതായ സ്വരൂപം മനുഷ്യനിലുള്ളത് ശാരീരികമല്ല എന്നുള്ളത്. ശാരീരികമായിട്ടുള്ള ഒരു സ്വരൂപവും സാദൃശ്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെക്കുറിച്ച് ചിലപ്പോൾ മനുഷ്യൻ ചിത്രീകരിക്കാറുണ്ട്. ഒരു വയോവൃദ്ധനായിരിക്കുന്ന ഒരു പിതാവിന്റെ ഒരു ചിത്രം വെച്ചിട്ട് പറയാണ്, ഇതുപോലെയാണ് ദൈവം എന്ന് പറയാറുണ്ട്. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 4:24 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന വസ്തുതയാണ്, ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനുഷികമായിട്ടുള്ള ഒരു ശരീരത്തോടു കൂടെ അല്ല ദൈവം ജീവിക്കുന്നത്. മനുഷ്യന് ദൈവത്തെക്കുറിച്ച് ഇന്ന് അവന്റെ മനോമണ്ഡലത്തിലുള്ള, അവന്റെ ചിന്താഗതിയിലുള്ള, അവന്റെ ചിന്താമണ്ഡലത്തിലുള്ള രൂപമാണ് മനുഷ്യൻ ദൈവത്തിന് കൊടുക്കുന്നത്. ആ രൂപത്തെ കണ്ട് ആരാധിക്കുവാനായിട്ട് മനുഷ്യൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് ദൈവം ആത്മാവാകും. മനുഷ്യനുള്ളതായ ശരീരത്തോടുകൂടി അല്ല ദൈവം ഉള്ളത് എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതിനുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് പിന്നെ ഈ സ്വരൂപവും സാദൃശ്യവും? വീണ്ടും ഒരു ക്വസ്റ്റ്യൻ റിമൈൻ ചെയ്യുന്നത്, ഒരു ചോദ്യം അവശേഷിക്കുന്നത്, എന്താണ് ഈ സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുമ്പോൾ അത് ശാരീരികമല്ല. നോട്ട് വിത്ത് എ കോർപ്പറൽ ബോഡി. നമുക്ക് ഉള്ളതായിട്ടുള്ള ഒരു ശരീരത്തോടു കൂടി അല്ല ദൈവം ഉള്ളത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ശരീരമല്ല മനുഷ്യന് നൽകിയിരിക്കുന്ന ആ ഒരു സ്വരൂപവും സാദൃശ്യം അല്ല എന്നുള്ളത് കാണാനായിട്ട് കഴിയും. പിന്നെന്താണ് സ്വരൂപവും സാദൃശ്യം എന്നുള്ളത്? നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തിൽ ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്വരൂപവും സാദൃശ്യവും അർത്ഥമാക്കുന്നത് ബുദ്ധിപരമായിട്ടുള്ള കഴിവ് അഥവാ യുക്തിബോധമാണ്. അതിൽ ചില 3-4 ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഓർ റാഷണൽ കപ്പാസിറ്റി എന്നുള്ളതാണ്. മനുഷ്യന് ബുദ്ധിപരമായിട്ടുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ യുക്തിബോധം അവനുണ്ട് എന്നുള്ളതാണ്. ചിന്താശക്തിയും സ്വയബോധവും ദൈവത്താൽ മനുഷ്യന് നൽകപ്പെട്ട കഴിവാണ്. അത് നിമിത്തം തീരുമാനിക്കാനുള്ള കഴിവും സാഹചര്യങ്ങൾക്കനുസരിച്ച് ശരിയായ പ്രവൃത്തി ചെയ്യുവാനുള്ള ശേഷിയും മാത്രമല്ല ഭാവനാ സമ്പന്നതയും മനുഷ്യനുണ്ട്. മനുഷ്യനുള്ളതായ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യന് ഒരു തീരുമാനമെടുക്കുവാനായിട്ട് കഴിയും, മനുഷ്യന് ചിന്തിക്കുവാനായിട്ട് കഴിയും, മനുഷ്യന് ഭാവനാ സമ്പന്നതയാണുള്ളത്. നമുക്കറിയാം, മനുഷ്യൻ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്
ഭാവനയിലെ കണ്ട ശേഷം അതിന് രൂപകൽപ്പന ചെയ്ത് അത് സാധ്യമാക്കുന്നതായ ഒരു കഴിവാണ് മനുഷ്യനുള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പ്ലെയിനിനെ കുറിച്ച്, ആകാശത്തിലൂടെ പറക്കുന്നതായിട്ടുള്ള ഈ പ്ലെയിനിനെ കുറിച്ച് മനുഷ്യൻ ആദ്യം അവന്റെ ഭാവനയിൽ കാണുവാനിടയായി. അതിനുശേഷം അതിന് രൂപകൽപ്പന ചെയ്ത് അതവനെ സാധ്യമാക്കി. അത് മുഖാന്തരമായിട്ട് നമുക്ക് ഇന്ന് ചില മണിക്കൂറുകൾ കൊണ്ട് ലോകത്തിന്റെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെന്നെത്തുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ ചിന്താശക്തിയുള്ളവനായി, തീരുമാന ശക്തിയുള്ളവനായിരിക്കുന്ന മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ മനുഷ്യന് ഉള്ള അധികാരം, മനുഷ്യനുള്ളതായ പദവി, ഇതൊക്കെയും സാധ്യമാകുന്നത് ദൈവം മനുഷ്യന് നൽകിയ സ്വരൂപവും സാദൃശ്യവുമാണ്. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതും കൊണ്ടാണ് അവന് ഇത്രയേറെ ബുദ്ധിപരമായിട്ടുള്ള പല കാര്യങ്ങൾ അവന് ചെയ്തെടുക്കുവാനും, അത് മാത്രമല്ല മനുഷ്യന്റെ ഭാവനാ സമ്പന്നത അത് നമുക്ക് വിവരിക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കലാസാങ്കേതിക വിദ്യകളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒരു കവിത നമ്മൾ എടുക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ഭാവനയാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു കലാപ്രവൃത്തിയാണെങ്കിൽ അത് മനുഷ്യന്റെ ഭാവനയാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അതൊക്കെ സാധ്യമായി തീരുന്നത് ദൈവം മനുഷ്യനെ വിത്ത് ഇന്റലക്ച്വൽ ആൻഡ് റാഷണൽ കപ്പാസിറ്റി, മനുഷ്യന് ബുദ്ധിപരമായിട്ടുള്ള അഥവാ യുക്തിബോധം അവന് കൊടുത്തു. അത് സ്വരൂപം സാദൃശ്യത്തിൽ ഉള്ള ഒരു പ്രധാന ഘടകമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പലപ്പോഴും മനുഷ്യന് ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമൊന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള വസ്തുതയാണ്. എന്നാൽ മനുഷ്യനെ ഈ കഴിവുകളോടുകൂടിയാണ് വലിയവനായിരിക്കും ദൈവം അവനെ സൃഷ്ടിച്ചത് എന്നുള്ളത് കാണുവാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്വരൂപവും സാദൃശ്യവും കൊണ്ട് അർത്ഥമാക്കുന്നത് ധാർമ്മികമായിട്ടുള്ള ബോധമാണ്. ധാർമ്മികമായിട്ടുള്ള ബോധം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മനുഷ്യന് ധാർമ്മികമായിട്ടുള്ള ബോധം എന്ന് പറഞ്ഞാൽ ശരി എന്താണ്, തെറ്റെന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള കഴിവ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ അത് ആഫ്രിക്കക്കാരനാണെങ്കിലും അത് തെറ്റാണ്, അത് അമേരിക്കക്കാരനാണെങ്കിലും അത് തെറ്റാണ്, ഇന്ത്യക്കാരനാണെങ്കിലും അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള ബോധത്തോടു കൂടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുവാനായിട്ടിടയായത്. ഇത് പറയുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തയെന്ന് പറയുന്നത്, ബൈബിളില് 10 കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. ഈ 10 കൽപ്പനകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ 10 കൽപ്പനകളുടെ വ്യത്യസ്തമായിട്ടുള്ള രൂപമാണ് നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാ നീതിന്യായ കോടതികളിലെ നിയമസംഹിത എന്ന് പറയും. ലോകത്തിലുള്ള നിയമസംഹിത എന്ന് പറഞ്ഞാൽ, ഒരു അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ 10 കൽപ്പനകളെ വേറെ ഒരു അവാന്തര രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയിലൂടെ അത് കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ 10 കൽപ്പനകൾ കൂടാതെ ലോകത്തിലുള്ള നീതിന്യായ വ്യവസ്ഥകളില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, പ്രിയപ്പെട്ടവരെ, മനുഷ്യനെല്ലാവർക്കും ഒരു ധാർമ്മികമായിട്ടുള്ള ബോധമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, പല സന്ദർഭങ്ങളിലും നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, 35 വർഷം കഴിഞ്ഞ ശേഷം ആ മനുഷ്യനെ ചെയ്തതായിട്ടുള്ള കുറ്റത്തെക്കുറിച്ച് നീതിന്യായ കോടതി അവനെ ശിക്ഷിച്ചില്ല, നിയമപാലകർ അവനെ ശിക്ഷിച്ചില്ല. എന്നാൽ ഈ 35 വർഷത്തിന് ശേഷം അവന്റെ മനസാക്ഷി അവനെ കുറ്റം വിധിക്കുകയാണ്. അവന്റെ മനസാക്ഷി അവനെ കുറ്റം വിധിക്കുന്ന മുഖാന്തരമായിട്ട് അവൻ മരിക്കുന്നതിന് മുമ്പേ അവനത് ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. ആ കുറ്റം ചെയ്തത് ഞാനാണ് എന്ന് ഏറ്റുപറയുന്നതായിട്ടുള്ള അവസ്ഥ. ഇതൊക്കെയും മനുഷ്യന്റെ ധാർമ്മികമായിട്ടുള്ള ബോധമാണ്. അത് മറ്റ് ജന്തുജാലങ്ങൾക്കില്ല എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് പഠിക്കുന്ന ചിന്താശക്തിയുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ മനുഷ്യന് ധാർമ്മികമായിട്ടുള്ള ബോധമുള്ളവനാണ്. അതവന്റെ സ്വരൂപവും സാദൃശ്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുതയാണ്. മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, സ്വരൂപവും സാദൃശ്യവും കൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മീകമായിട്ടുള്ള ക്ഷമതയാണ്. ആ ദൈവത്തിന്റെ സ്വഭാവ വിശേഷതയാണ് ദൈവം ആത്മാവെന്നുള്ളത്. അതുകൊണ്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവന് തന്റെ സ്വരൂപത്തോടും സാദൃശ്യത്തോടും സൃഷ്ടിച്ചത് മുഖാന്തരമായിട്ട് ദൈവത്തോട് ബന്ധപ്പെടാനായിട്ടുള്ള ഒരു പ്രത്യേക ശേഷിയോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതെന്ന് പറയുന്നത് ആത്മീക ക്ഷമതയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പറയുമ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ മൊബൈല് അതൊരു ഡിവൈസാണ്. ആ മൊബൈലില് ഒരു സിം നമ്മൾ ഇടുമ്പോൾ വലിയ ഒരു ടവറിൽ നിന്ന്
അല്ലെങ്കിൽ അറിയുന്ന പോലെ തന്നെ ആ ടവറിൽ നിന്ന് വരുന്നതായിട്ടുള്ള സിഗ്നല് ഈ മൊബൈലിലേക്ക് കടന്നു വരുന്നത് മുഖാന്തരമായിട്ടാണ് നമ്മുടെ മൊബൈലിലൂടെ നമുക്ക് മറ്റുള്ളവർ സംസാരിക്കുവാനായിട്ട് കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മള് കേവലം ഒരു ഡിവൈസ്, ഒരു മൊബൈൽ മാത്രം വെച്ചാൽ നടക്കുകയില്ല, അതിലൊരു സിം കാർഡ് ഇട്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുപോലെ സ്വർഗത്തിലെ വലിയവനായിരിക്കുന്ന ദൈവവുമായിട്ട് നമ്മളെ ബന്ധപ്പെടണമെങ്കിൽ നമുക്ക് ഒരു ആത്മാവുണ്ടായിരിക്കണം, നമുക്ക് ആത്മീകമായിട്ടുള്ള ഒരു ക്ഷമത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോട് ബന്ധപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ വലിയവനായിരിക്കുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, അവന് ബുദ്ധിപരമായിട്ടുള്ള കഴിവിനോടുകൂടിയാണ് സൃഷ്ടിച്ചത്. അത് അവന്റെ ശേഷിയെ കുറിച്ച് അത് പറയുകയാണ് ചെയ്യുന്നത്. ധാർമ്മിക ബോധത്തോടു കൂടിയാണ് അവനെ സൃഷ്ടിച്ചത്. മാത്രമല്ല അവന് ആത്മീയമായിട്ടുള്ള ക്ഷമതയോടുകൂടിയാണ് ദൈവം അവനെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തില് മറ്റേതെങ്കിലും ഒരു ജന്തുവിന് ദൈവമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് കഴിയുമോ? ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ജന്തു കൂട്ടം കൂടി ഒരു ക്ഷേത്രം പണിയുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഒരു പള്ളി പണിയുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? അത് അസാധ്യമാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തോട് ബന്ധപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ഒരു നിലയിൽ പറഞ്ഞാൽ ഇങ്ങനെ ദേവദാസന്മാർ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് എപ്പോഴും പറയാറുള്ളത്: മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു ശൂന്യതാബോധമുണ്ട്. എന്താ ശൂന്യതാബോധം? ദൈവത്തോട് അടുക്കുവാനും ദൈവത്തിൽ നിന്ന് അകന്നുപോയതായ മനുഷ്യന് തിരിച്ച് ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുവാനും അവനെ ആഗ്രഹിക്കുകയാണ്. അതവന് സാധ്യമായിട്ട് തീരുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെതായിട്ടുള്ള റെവലേഷൻ, വെളിപ്പാടുകൾ അവന് ഗ്രഹിക്കുവാനും ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുവാനും കഴിയുന്നത് മുഖാന്തരമായിട്ട് അവന് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് ഓടിച്ചു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ സ്വരൂപവും സാദൃശ്യവും കൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യന്റെ സാമൂഹിക ക്ഷമതയാണ്, സോഷ്യൽ കേപ്പബിലിറ്റിയാണ്, സാമൂഹികമായിട്ടുള്ള ക്ഷമതയാണ്. മനുഷ്യന് ഒന്നിച്ചു കൂടുവാനായിട്ടുള്ള താല്പര്യം, അല്ലെങ്കിൽ പരസ്പരം ഒരു പ്രതിബദ്ധതാ ബോധം അവനുണ്ട്. മനുഷ്യന് മറ്റുള്ള മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ സവിശേഷതയോട് കൂടിയാണ് ദൈവം അവനെ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ 4 കാര്യങ്ങളാണ് ഇമേജ് ആൻഡ് ലൈക്നെസ്, അല്ലെങ്കിൽ സ്വരൂപവും സാദൃശ്യവും കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, അവന് നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ശാരീരികമായിട്ടുള്ള ഒരു സ്വരൂപവും സാദൃശ്യവും അല്ല, ഒരിക്കലുമല്ല. അത് ദൈവത്തിന് ശരീരമില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ശാരീരികമായിട്ടുള്ള ഒരു സ്വരൂപവും സാദൃശ്യമല്ല. പിന്നെന്താണ്? സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ടുള്ള കഴിവാണ്, ഇന്റലക്ച്വൽ കേപ്പബിലിറ്റി. രണ്ടാമതായിട്ട് സ്വരൂപവും സാദൃശ്യവും എന്ന് അർത്ഥമാക്കുന്നത് ധാർമ്മികമായിട്ടുള്ള ബോധം, മോറൽ കേപ്പബിലിറ്റി ആണ്. അതുപോലെ തന്നെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുന്നത് അവന്റെ ആത്മീക ക്ഷമതയാണ്, സ്പിരിച്വൽ കേപ്പബിലിറ്റി ആണോ. അതുപോലെ തന്നെ സ്വരൂപവും സാദൃശ്യവും കൊണ്ട് അർത്ഥമാക്കുന്നത് അവന്റെ സാമൂഹിക ക്ഷമതയാണ്, ദ സോഷ്യൽ കേപ്പബിലിറ്റി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മളെ മനുഷ്യനെ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ മനുഷ്യൻ എത്രമാത്രം വിലപ്പെട്ടവനാണ്. ആ വിലപ്പെട്ടതായിട്ടുള്ള മനുഷ്യനെ നേടുവാനായിട്ടാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് മനുഷ്യവേഷധാരിയായിട്ട് ജഡം ധരിച്ച് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. കാരണം സ്വർഗത്തിലെ വലിയവനായിരിക്കുന്ന ദൈവം മനുഷ്യന് അത്രമാത്രം വില കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള ജന്തുജാലങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ള നിലയിൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മൾ ഇതുവരെയും പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നമ്മൾ കണ്ടു. അതിനുശേഷം മനുഷ്യന്റെ ഏകത എന്നുള്ള വിഷയം നമ്മൾ ചിന്തിച്ചു. അതിനുശേഷം മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള ഭാഗം, ദ മെറ്റീരിയൽ പാർട്ട്, അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതിനുശേഷം മനുഷ്യന്റെ അഭൗതിക ഭാഗം, അല്ലെങ്കിൽ ഇമ്മെറ്റീരിയൽ പാർട്ട്, അല്ലെങ്കിൽ മനുഷ്യൻ്റെതായ ആത്മാവ്, അല്ലെങ്കിൽ മനുഷ്യന്റെ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ദൈവവചന പ്രകാരം പറയുന്നത് ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും അത് ഏത് നിലയിലാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഈ ആത്മീയ ചിന്തകൾ തുടരുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഇന്ന് അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ വലിയവനായിട്ടുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.